കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സർക്കാർ നടപടി. പ്രസിഡന്റിന്റെ വൈൽഡ് ലൈഫ് വാർഡ് ഹോണററി പദവി എടുത്തുമാറ്റി വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് സർക്കാരിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽകുമാറിന്റെ വൈൽഡ് ലൈഫ് ഓണററി പദവിയാണ് സർക്കാർ എടുത്ത് മാറ്റിയിരിക്കുന്നത്. ആ പദവി പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽകുമാർ അവകാശവാദം ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോ ബൈക്ക് ഉൾപ്പെടെ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് തീരുമാനം. വനം വകുപ്പ് ആണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നാണ് അറിയുന്നത്. ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓണററി പദവി നേരത്തെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനായിരുന്നു. അത് എടുത്തതിലേക്ക് പകരം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഇപ്പോൾ ആ ഒരു അനുമതി നൽകിയിരിക്കുന്നത്, ആ പദവി നൽകിയിരിക്കുന്നത്. ഇതിൽ K. സുനിൽകുമാർ വ്യക്തമാക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ച് ഒരുപക്ഷെ വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയത്തിനകം ഇവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായി വനമന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 56-ാം ദിവസത്തിലേക്ക്. നിരാഹാര സമരം 18-ാം ദിവസത്തിലേക്കും കടന്നു. സമവായ നീക്കങ്ങളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സമരസമിതി മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അതേസമയം പ്രതിഷേധത്തിനായി കൂടുതൽ ആശാ വർക്കർമാർ സമരപന്തലിൽ എത്തുന്നുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി. അടുത്തയാഴ്ചയോടെ ബില്ലിൽ ഒപ്പുവെക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി ബില്ലിൽ ഒപ്പുവെച്ചത്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കുന്നതോടെ നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറങ്ങും. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെതിരെയാണ് ഇരുസഭകളിലും